മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും മകളായ തേജലക്ഷ്മി ആദ്യമായി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. സിനിമയുടെ പേര് സുന്ദരിയായവൾ സ്റ്റെല്ല. ഈ ചിത്രത്തിന്റെ പ്രസ് മീറ്റിൽ മനോജ് കെ ജയൻ കണ്ണു നിറഞ്ഞ് തന്റെ മുൻ ജീവിത പങ്കാളിയെക്കുറിച്ച് സംസാരിക്കുന്നു. കണ്ണു നിറഞ്ഞ് സംസാരിച്ച മനോജ് കെ ജയന്റെ അടുത്തിരുന്ന മകൾ കുഞ്ഞാറ്റയാണ് കൈപിടിച്ച് ആശ്വസിപ്പിച്ചത്. കുഞ്ഞാറ്റയ്ക്ക് സിനിമാ ഓഫർ വന്നപ്പോൾ മനോജ് കെ ജയൻ ആദ്യം ആവശ്യപ്പെട്ടത് അമ്മ ഉർവശിയുടെ അനുഗ്രഹം വാങ്ങണമെന്നാണ്. അവർ നോ പറയുകയാണെങ്കിൽ ഈ സിനിമ വേണ്ടെന്ന് താനും തീരുമാനിക്കുമായിരുന്നു എന്നും മനോജ് കെ ജയൻ പറയുന്നു. കുഞ്ഞാറ്റയുടെ പഠനശേഷം സിനിമയിൽ അഭിനയിക്കണമെന്ന് ആദ്യമായി ആഗ്രഹം പറയുന്നത് എന്റെ ഭാര്യ ആശയോടാണ്. എന്റെ ഭാര്യ ആശ അവൾക്ക് അമ്മ മാത്രമല്ല, നല്ലൊരു സുഹൃത്തും കൂടിയാണ്. കുഞ്ഞാറ്റയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനെ നല്ലൊരു ഓഫർ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അവളുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നാണ്. കാരണം ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് കുഞ്ഞാറ്റയുടെ അമ്മ ഉർവശി. ഉർവശിയുടെ അനുഗ്രഹവും അഭിപ്രായവുമാണ് സിനിമയിലേക്ക് കുഞ്ഞാറ്റ വരുമ്പോൾ വേണ്ടത്. അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായി കുഞ്ഞാറ്റയെ ഞാൻ ചെന്നൈയിലേക്ക് പറഞ്ഞയച്ചിരുന്നു. മോളുടെ കാര്യം വരുമ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണലാകും. കണ്ണീരോടെയാണ് മനോജ് കെ ജയൻ ഇത്രയും വാക്കുകൾ പറഞ്ഞത്. ഇത് കേട്ട് അടുത്തിരുന്ന മകൾ കുഞ്ഞാറ്റ മനോജിനെ ആശ്വസിപ്പിച്ചു. ഈ സിനിമ ഉർവശി വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നേനെ. അനേകം സിനിമകൾ ചെയ്ത അഭിനേത്രിയാണ് ഉർവശി. അതുകൊണ്ട് തന്നെ മകളുടെ സിനിമയിൽ അവരുടെ അഭിപ്രായം വലുതാണ്. എന്റെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിലേക്ക് വരണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ മരണം ഏറെ വിഷമിപ്പിച്ചതും അവളെയാണ്. സിനിമയിലേക്ക് അവസരം വന്നപ്പോൾ എന്റെ അച്ഛൻ കൂടെ ഇല്ലാത്തത് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. മൂത്തവരെ ബഹുമാനിക്കുക, കൃത്യനിഷ്ഠ, ഗുരുസ്മരണ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ അവൾക്ക് സിനിമയിലേക്ക് വരുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള മെസ്സേജ് എന്ന് മനോജ് കെ ജയൻ പറയുന്നു. അച്ഛനെയും അമ്മയെയും ഒരുപാട് സ്നേഹിച്ച പ്രേക്ഷകർ തനിക്കും ആ സ്നേഹവും പിന്തുണയും നൽകണമെന്ന് തേജലക്ഷ്മിയും ആവശ്യപ്പെടുന്നു. അച്ഛനും അമ്മയും മികച്ച അഭിനേതാക്കൾ ആയതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദം വളരെ വലുതാണ്. തന്റെ കുഞ്ഞിലെ തന്നെ എന്നാണ് സിനിമയിലേക്ക് വരുന്നതെന്ന ചോദ്യം ഒരുപാട് താൻ കേൾക്കാറുണ്ടായിരുന്നു. സിനിമ പണ്ട് മുതലേ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ തനിക്കത് തുറന്നു പറയാൻ ഭയമായിരുന്നു. ഇത്രയും വലിയ ആൾക്കാരുടെ മകളാണെന്ന് തോന്നൽ വരുന്നത് തന്നെ കുറച്ചുകൂടി വലുതായ ശേഷമാണ്. പലരും പല പ്രാവശ്യവും പറഞ്ഞത് നമ്മളതെന്നും കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുവരെ അതെന്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു. അന്നേരം ആ പേടി മനസ്സിൽ കയറിക്കൂടുകയും ചെയ്തു. ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മകളെന്ന് താരതമ്യം എപ്പോഴെങ്കിലും ഉണ്ടാകും. ഈ നിമിഷം വരെയും ആ സമ്മർദ്ദമുണ്ട്. പക്ഷേ ഒരു തവണ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ സിനിമയാണ് ഇത്. നന്നാക്കാനുള്ള അവസരങ്ങൾ മുന്നിൽ വരും, അത് ഉപയോഗപ്പെടുത്തണം, തേജലക്ഷ്മി പറയുന്നു. പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.